ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ ഒഴിഞ്ഞുകിടക്കുന്ന ശാന്തമായ ഒരു ലോകമാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ ശരിക്കും അത് അങ്ങനെയാണോ? ചന്ദ്രന്റെ പൊടിമൂടിയ സമതലങ്ങൾ മനുഷ്യന്റെ കയ്യൊപ്പുകളാൽ മൂടപ്പെട്ടവയാണ്. അവിടെ ശരിക്കും ഉണ്ടാവേണ്ടതല്ലാത്ത ധാരാളം വസ്തുക്കൾ ഇന്ന് ചന്ദ്രനിലുണ്ട്. വിചിത്രമായ ഷേപ്പുള്ള വസ്തുക്കൾ, മെറ്റാലിക് ലാമ്പുകൾ, പതാകകൾ. വർഷങ്ങളായി നടന്നുവരുന്ന ഓരോ ദൗത്യവും അവിടെ എന്തെങ്കിലും വിട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോളോ യാത്രികരുടെ തകരാറിലായ ലാൻഡറുകൾ, റോവറുകൾ, പ്രോബുകൾ, ശാസ്ത്രീയ ഉപകരണങ്ങൾ, ക്യാമറകൾ, ബൂട്ടുകൾ പോലുള്ള വ്യക്തിപരമായ വസ്തുക്കൾ ഒക്കെ ഇവയിൽപ്പെടും. 1967 സർവേയർ 3 ഇതിലൊന്നാണ്. അതിന്റെ കമ്പ്യൂട്ടറിന് ഇന്നത്തെ ഒരു സയന്റിഫിക് കാൽക്കുലേറ്ററിലും കുറഞ്ഞ കപ്പാസിറ്റി ആയിരുന്നു. എന്നിട്ടും അത് മനുഷ്യന്റെ ചന്ദ്രയാത്രയ്ക്ക് അന്ന് വഴിയൊരുക്കി. അപ്പോളോ 12 ആസ്ട്രോനോട്ട്സ് അതിന്റെ ചില ഭാഗങ്ങൾ തിരികെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിരുന്നു. അപ്പോളോ സംഘങ്ങൾ കുത്തിയ ഫ്ളാഗുകളും ഇന്നും ചന്ദ്രനിൽ നിലകൊള്ളുന്നു. സൂര്യപ്രകാശത്തിൽ നിറം മങ്ങിയെങ്കിലും അവ മനുഷ്യ സാന്നിധ്യത്തിന്റെ നിശബ്ദ അടയാളങ്ങളാണ്. ഇന്ന് 4 ലക്ഷം പൗണ്ടിൽ കൂടുതൽ ഭാരം വരുന്ന മനുഷ്യനിർമ്മിത വസ്തുക്കൾ ചന്ദ്രനിൽ അവശേഷിക്കുന്നുണ്ട്. ഇത് വേസ്റ്റ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇവയെല്ലാം മനുഷ്യന്റെ സ്പേസ് ട്രാവലിന്റെ സ്മാരകങ്ങളാണ്. ചന്ദ്രൻ നമ്മുടെ ആദ്യത്തെ കോസ്മിക് മ്യൂസിയം ആണ് എന്ന് പറയാം. നിങ്ങൾക്ക് ചന്ദ്രനിലേക്ക് യാത്ര പോകാനുള്ള അവസരം കിട്ടിയാൽ അവിടെ നിങ്ങൾ ഏത് വസ്തു ഉപേക്ഷിച്ചു പോലും? കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ സ്പേസ് ഫാക്ടുകൾക്കായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.